ഹായ് ഫ്രണ്ട്സ്, സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ പൊലിയുന്നത് ഒരുപാട് ജീവനുകളാണ്. അതിൽ പേരുകൾ മാത്രം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം മരിച്ച വിഷ്ണുജ, ആ കുട്ടി ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അവരുടെ ഭർത്താവായ പ്രവീൺ ഒരുപാട് മർദ്ദിക്കുമായിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലി ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, കാണാൻ ഭംഗിയില്ല, ഒരു പെണ്ണിനെ പോലെ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരുപാട് മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു. ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവിടെ നിന്നു. കാരണം 3 പെൺമക്കളാണ് വിഷ്ണുജയുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി എൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിന്നുള്ള അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ ആ കുട്ടി എല്ലാം സഹിക്കുകയായിരുന്നു. മാത്രമല്ല, ആ കുട്ടി ഒരുപാട് ഫ്രണ്ട്സിനോട് അതിനെ അനുഭവിച്ച പീഡനങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രവീണിൻ്റെ വീട്ടുകാർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. ഒരു മകൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് ആ മകന് സപ്പോർട്ട് ചെയ്ത വീട്ടുകാർ അവരൊരിക്കലും ചിന്തിച്ചില്ല അവരുടെ സ്വന്തം മകൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ആരെങ്കിലും സഹിക്കുമോ? നമ്മൾക്കറിയാം, വിഷ്ണുജ എന്നുള്ള പേര് വെക്കുമ്പോൾ ഞാൻ വിസ്മയാണ് ഓർക്കുന്നത്. നമ്മൾ വിസ്മയ മരിച്ചതും കണ്ടതാണ്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ, എത്ര പെൺകുട്ടികൾ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കില്ല എന്ന് തന്നെയാണ്. കാരണം ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് തടഞ്ഞതും ഈ മകളാണ്. നിങ്ങൾ ആരും സംസാരിക്കേണ്ട, ഞാൻ തന്നെ പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചോളാം എന്ന് പറഞ്ഞത് അച്ഛൻ വിശ്വസിച്ചു. എന്നാൽ ശരി, ഞാനിനി പറഞ്ഞ് ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും വലുതാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛൻ സംസാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ അച്ഛൻ പറഞ്ഞ എൻ്റെ മകൾക്ക് നീതി കിട്ടണമെന്ന്. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുകയല്ല. ഒരു പക്ഷേ അച്ഛനന്ന് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയി സംസാരിച്ചു. ഈ പ്രവീൺ എന്ന് പറയുന്ന ക്രൂരൻ, സൈക്കോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഇയാൾ. ഇപ്പം പറയുന്നത് പോലെ, അതായത് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. പെൺകുട്ടിയെ കാണാൻ ഭംഗിയില്ല എന്ന് പറയുന്നു, അതുപോലെ പെണ്ണിനെ പോലെ തോന്നുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഈ മാരേജിന് മുമ്പ് എല്ലാവരും കണ്ട് അത്യാവശ്യം കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നാം അങ്ങനെയാണല്ലോ, സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് മാരേജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പെണ്ണ് കാണാൻ ചെല്ലുന്നു. അതിനൊക്കെ ശേഷമല്ലേ കല്യാണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കണ്ണുകൂട്ടി കൊണ്ടുവന്നിട്ട് കൊണ്ടൊക്കെ കെട്ടിക്കുന്നതൊന്നുമല്ല. അതിന് മുമ്പ് ആദ്യം പെണ്ണിനെ പോയി കാണും, പെണ്ണിന് ഇഷ്ടപ്പെട്ടാലാണ് വിവാഹം ഉറപ്പിക്കുക. അതിനുശേഷം പല ചടങ്ങുകളുണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട്, ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു മാരേജിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് അയാൾക്ക് തോന്നാതിരുന്നത്? ഈ പെണ്ണിനെ കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ ഈ പെണ്ണ് കണ്ടാൽ പെണ്ണിനെ പോലെ തോന്നുന്നില്ല എന്നൊക്കെ എന്തുകൊണ്ടാണ് അയാൾക്ക് അന്ന് തോന്നാതിരുന്നത്? അത് മാത്രമല്ല, വിഷ്ണുജ പറഞ്ഞൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് പ്രവീൺ. ഇങ്ങനെ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളിൽ നിന്ന് തന്നെ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇയാൾ എങ്ങനെയാണ് രോഗികളെ പരിചരിക്കുന്നത്? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ വീട്ടുകാർ ഇപ്പോൾ പറയുന്നു മകൾക്ക് നീതി വേണമെന്ന് പറയുന്നുണ്ട്. ശരിയാണ്, ആ മരിച്ച കുട്ടിക്ക് നീതി കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ആരും തന്നെ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ല. അപ്പോൾ ഇവരന്ന് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞ സമയത്തൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ആ കുട്ടി ഭൂമിയിലുണ്ടാകുമായിരുന്നു. അതുപോലെ എനിക്ക് പറയാനുള്ളത് വീട്ടുകാരോട്, നിങ്ങൾ സ്വന്തം മക്കളുടെ കാര്യം, നമ്മൾ കൂടുതൽ ആൾക്കാരും വിചാരിക്കുന്നത് നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, പരിഹാസമാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് പലരും എങ്ങനെയെങ്കിലും ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ വിചാരിക്കും നീ എങ്ങനെയെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്നൊക്കെ പറയും. പക്ഷേ ആ അഡ്ജസ്റ്റ്മെൻ്റ് അവസാനം മരണത്തിലേക്കായിരിക്കും എത്തുന്നത്. അത് മാത്രമല്ല, വിഷ്ണുജയെ ശാരീരികമായി പ്രവീൺ ഒരുപാട് മർദ്ദിച്ചിരുന്നു. ഇതിൻ്റെ പാടുകളെല്ലാം വിഷ്ണുജയുടെ കൂട്ടുകാരികൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ കൂട്ടുകാരികളുമായാണ് വിഷ്ണുജ എല്ലാ വിഷമങ്ങളും പങ്കുവച്ചിരുന്നത്. കാരണം വീട്ടുകാരെ മാക്സിമം അറിയിക്കാതിരിക്കാൻ വേണ്ടി. കൂട്ടുകാരികളോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. വേണ്ട, എന്നോടും സംസാരിക്കേണ്ട, സോറി പറഞ്ഞു, എൻ്റെ അടുത്ത് സോറി പറഞ്ഞു, ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊരു സോറിയാണ് എല്ലാത്തിനും കാരണം. ഒരു സോറി പറഞ്ഞാൽ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും തീരുമെന്ന് പലരും വിചാരിക്കുന്നു. പക്ഷെ അത് അവരുടെ വെറും അടവ് മാത്രമാണ്. അതൊരു പച്ച കള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ തെറ്റുകൾ ചെയ്തു അവസാനം സോറി പറയും. അപ്പോൾ ആ കുട്ടി ക്ഷമിക്കും, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും ഒരുമിച്ച് സ്നേഹത്തോടെ പഴയതുപോലെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും, ഉപദ്രവിക്കും, അതിനുശേഷം സോറി പറയും. അപ്പോൾ മാനസികമായി അത്രമാത്രം ബുദ്ധിമുട്ടിലായിരുന്നു ആ കുട്ടി. അത് മാത്രമല്ല, പല തെളിവുകളും ഫോണിൽ വാട്സപ്പ് ചാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടി അവിടെ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ അതെല്ലാം പ്രവീൺ ഡിലീറ്റ് ചെയ്തു. അതിൻ്റെ എല്ലാ തെളിവുകളും പ്രവീൺ നശിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ വാട്സപ്പ് പോലും പ്രവീണിൻ്റെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരുന്നു ചാറ്റുകൾ നോക്കാൻ വേണ്ടി. അതുപോലും വളരെ മോശമല്ലേ? ഒരാളുടെ ചാറ്റുകൾ, അതിപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും ഒളിഞ്ഞു കയറി നോക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ, അതായത് ഇതുകളുടെ മെയിനായിട്ട് പറഞ്ഞാൽ പ്രവീണിന് സംശയ രോഗമാണ്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസണുകൾ ഉണ്ടാവാം. പക്ഷെ ആൾക്ക് ഒഴിവാക്കണമെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, എന്തിനാണ് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത്? ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇറ്റലിയിലെ ഒരാൾ, പത്തനംതിട്ടക്കാരൻ, റാന്നി സ്വദേശി ചെയ്തൊരു കാര്യം. അയാൾ മാരേജ് കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ ഭാര്യയെ
പെണ്ണിനെ പോലെ, അതായത് അയാളുടെ സങ്കല്പത്തിലെ പെണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണത്തിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഇറ്റലിയിലേക്ക് പോകുന്നു. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ആളുകളുടെ മുമ്പിൽ ഒരു വലിയ വിരുന്നായിട്ട് എൻഗേജ്മെൻറ്റ് നടത്തി, കല്യാണം നടത്തി, അത്ര ആഘോഷമായി നടത്തി. ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് അതിനുണ്ടായിരുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം അയാൾ മുങ്ങുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ വിവാഹം കഴിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള പെൺകുട്ടിയല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഒരു നാടകം കളിക്കുന്നത്? തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് സമ്മതം ചോദിക്കുന്ന ഒരു അവസരമുണ്ട്. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാമായിരുന്നു. അതല്ലാതെ കല്യാണം കഴിച്ച് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും വളരെ തക്കതായ രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും വാർത്ത എടുത്ത് നോക്കിയാൽ കാണുന്നത് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി, അപകട മരണം എന്നൊക്കെ പറയും. എല്ലാം സ്ത്രീധനത്തിൻ്റെ പേരിൽ, കുടുംബ വഴക്കിനെ ചൊല്ലി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത കല്യാണങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ എന്തിനാണ് പോയി ചാടുന്നത്? മറ്റുള്ളവർ, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതം കൂടിയാണ് നശിക്കുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു കാര്യത്തിൽ വിഷമം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മാത്രമാണ്. പ്രഭിൻ്റെ വീട്ടുകാർക്ക് വിഷമമുണ്ടാകും. കാരണം മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയല്ലോ എന്നോർത്തവർക്ക് വിഷമമുണ്ടാകും. പക്ഷെ അവരും ആ കുട്ടിയെ ഒരു മരുമകളായിട്ടും, എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ മകളായിട്ട് കണ്ടിരുന്നുവെങ്കിൽ, മരുമകളായിട്ട് പോലും കണ്ടിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മകൻ്റെ ഈ ഒരു ഉപദ്രവത്തിലൊന്നും ആ വീട്ടുകാരും കൂട്ടു നിൽക്കില്ലായിരുന്നു. എന്നാണെങ്കിലും നമ്മൾക്ക് വിസ്മയുടെ കേസ് വന്നപ്പോൾ നമ്മൾ ഇതന്നെ പറഞ്ഞത്, ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. പക്ഷെ എത്ര വിസ്മയന്മാർ, എത്ര വിഷ്ണുജമാർ വരാനിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു പൊട്ടൻ ചീറ്റുണ്ട് അപ്പത്തിന് ഉപേക്ഷിക്കണമെന്നല്ല, നമ്മൾ മാക്സിമം വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. എന്നിട്ടും അവരത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ കുരുതി കൊടുക്കാൻ ആ വീട്ടിൽ നിർത്തരുത്. അതൊരപേക്ഷയാണ്. താങ്ക് യു സോ മച്ച്.